ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ ഈക്വൽ ടു 1 2 ആൻഡ് ബി ഈക്വൽ ടു 3 4. റൈറ്റ് എ ക്രോസ് ബി. ഹൗ മെനി സബ്സെറ്റ്സ് വിൽ എ ക്രോസ് ബി ഹാവ്? ലിസ്റ്റ് ദെൻ. ഇത് ഫസ്റ്റ് പാർട്ട് കുഴപ്പമില്ല. എ ക്രോസ് ബി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് എ ക്രോസ് ബി എഴുതുന്നതെന്ന് അറിയാമല്ലോ. 1 3 1 4 അല്ലേ? സെറ്റ് എയിലുള്ള എലമെൻറ്റ് ആദ്യം, പിന്നെ സെറ്റ് ബി. അപ്പോൾ 1 3 അറിയാമല്ലോ, 1 3 1 4, 2 3 2 4. ഇതാണ് എ ക്രോസ് ബി. ഹൗ മെനി സബ്സെറ്റ്സ് വിൽ എ ക്രോസ് ബി ഹാവ്? എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റുകളുണ്ട്? നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് ഓർത്ത് നോക്കിയാൽ, സെറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഓർമ്മയില്ലെങ്കിൽ എഴുതി തരാം. എക്കകത്ത്, സെറ്റ് എക്കകത്ത് എം എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എം എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ എലമെൻറ്റ്സ്, നമ്പർ ലെറ്റർ എന്തുണ്ടെങ്കിലായിക്കോട്ടെ, എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എൻ എലമെൻ്റ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ്, ഓർക്കുന്നുണ്ടോ? നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ 2n ആണ്. ഇങ്ങനൊരു റിസൾട്ട് എവിടെ പഠിച്ചിട്ടുണ്ട്? സെറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എക്ക് എൻ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, എക്കുള്ളിൽ എൻ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ സെറ്റ് എക്ക് 2n സബ്സെറ്റ്സ് ഉണ്ടാവും. ഇവിടെ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. എ ക്രോസ് ബിയിൽ 4 എലമെൻ്റ് ആണുള്ളത്. ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ്, തേർഡ്, 4. ഓരോ ഓർഡേർഡ് പെയറും ഒരു എലമെൻ്റ് ആണ്, അല്ലാതെ 2 എണ്ണമല്ല. എ ക്രോസ് ബിയിൽ 4 എലമെൻ്റ് ആണുള്ളത് അല്ലേ? ശരിയല്ലേ? ഇവിടെ എഴുതട്ടെ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ക്രോസ് ബി 4 ആണ്. ഈ ഫോർമുല പ്രകാരം നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ഈസ്, ഫോർമുല പ്രകാരം 2⁴ വരും, 16 വരും. 16 സബ്സെറ്റുകൾ ഉണ്ടാവും. നമ്മളടുത്ത് അത് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളത് ലിസ്റ്റ് ചെയ്യണം. ആ 16 സബ്സെറ്റുകൾ എഴുതാൻ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ലേ? നമ്മളത് എഴുതേണ്ടി വരും. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിന്ന് സെലക്ട് ചെയ്യാവുന്ന സെറ്റ് എലമെൻസിൻ്റെ സെറ്റ്. എ ക്രോസ് ബിന്ന് സെലക്ട് ചെയ്യാവുന്ന എലമെൻസിൻ്റെ സെറ്റ്. അപ്പോൾ ഞാൻ സബ്സെറ്റ്സുകൾ എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം. സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. 16 എണ്ണം വരും, കാണിച്ചു തരാം. എ ക്രോസ് ബിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റാവുന്ന എലമെൻസുകളുടെ സെറ്റ്. എ ക്രോസ് ബിന്ന് ഒരെണ്ണമാണ് സെലക്ട് ചെയ്യണമെങ്കിൽ 1 3 വരും. 1 3 ഒരു സിംഗിൾ എലമെൻ്റ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. എ ക്രോസ് ബിന്ന് ഒരു എലമെൻ്റ് ആണ് എടുക്കണമെങ്കിൽ 1 3 ഒരു സബ്സെറ്റാണ്. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് എ ക്രോസ് ബി, അത്രയേ ഉള്ളൂ. എ ക്രോസ് ബിയുടെ ഒരു പാർട്ട്. അതേപോലെ വേറൊന്ന് സെറ്റ് 1 4, അത് ഒരു സബ്സെറ്റാണ്. ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്യാം, 2 എലമെൻറ്റ് സെലക്ട് ചെയ്യാം, അങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഓരോ സബ്സെറ്റുകളാണ്. എ ക്രോസ് ബിന്ന് ഒരു എലമെൻറ്റ് മാത്രം സെലക്ട് ചെയ്യുമ്പോൾ 2, 3 വേറൊരു സബ്സെറ്റ്. ഇതുപോലെ എഴുതി വരുമ്പോൾ 16 എണ്ണം വരും. അതുപോലെ 2 4 വേറൊരു സബ്സെറ്റ്. കേളി ബ്രാക്കറ്റ് എഴുതി പോകണം. ഒരെണ്ണം വീതം സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ. ഇനി 2 എണ്ണം വെച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലോ? 1 3 1 4 ഒരു സബ്സെറ്റ് അല്ലേ? അപ്പോൾ ഞാൻ ഇനി വേഗം എഴുതാമല്ലോ. 1 3 1 4 വേറൊരു സെലക്ഷൻ പറഞ്ഞേട്ടെ. 1 3 2 3 ആയാലോ? അല്ലെങ്കിൽ 1 3 1 2 4 ആയാലോ? ഒരിക്കൽ എഴുതിയത് രണ്ടാമത് എഴുതരുത്. പിന്നെ ഓർഡർ ശ്രദ്ധിക്കണം. 1 3 1 4 എഴുതി കഴിഞ്ഞാൽ പിന്നെ 1 4 1 3 എഴുതേണ്ട ആവശ്യമില്ല. ഇതൊരു എലമെൻറ്റ്, ഇത് വേറൊരു എലമെൻറ്റ്. 1 3 1 4 എഴുതി കഴിഞ്ഞാൽ പിന്നെ 1 4 1 3 എന്ന് പറഞ്ഞ് എഴുതേണ്ട ആവശ്യമില്ല. 1 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 2 എലമെൻ്റുള്ള സെറ്റ്. ഇനി 1 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 4 1 3 ബാക്കിലോട്ട് പോകണ്ട. 1 4 1 3 എഴുതണ്ട. കാരണം 1 3 1 4 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 1 3 1 4 ഓൾറെഡി എഴുതിയിട്ടുള്ള സ്ഥിതിക്ക് 1 4 1 3 രണ്ടാമത് എഴുതണ്ട. പുറകിലോട്ട് പോകണ്ട. 1 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 4 2 3. 1 4 2 3 പിന്നെ വരുന്നത് 1 4 2 4 ആണ്. നമ്മൾ കേളി ബ്രാക്കറ്റിനുള്ളിലെല്ലാം എഴുതാൻ മറക്കണ്ട. ശരിയല്ല? എഴുതുന്നതെല്ലാം കേളി ബ്രാക്കറ്റിനുള്ളിലായിരിക്കണം.
അപ്പോൾ 1 4 2 3 1 4 2 4 എഴുതി. ഇനി 2 3 വെച്ചിട്ട് തുടങ്ങുന്നത്. ഇതിന് മുമ്പ് എഴുതിയത് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 3 2 4 എഴുതാം. ഈ 2 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എഴുതിയാൽ അത് ഓൾറെഡി എഴുതിയത് തിരിച്ചിടുന്ന പോലെ, അപ്പോൾ അത് എഴുതണ്ട. രണ്ടെണ്ണം സെലക്ട് ചെയ്യുക. ഇനി മൂന്നെണ്ണം വെച്ച് സെലക്ട് ചെയ്യാമല്ലോ. അത് ഏതൊക്കെയാണ്? ഇപ്പം എത്ര എണ്ണമായി? 1 2 3 4 5 6 7 8 9 10 10 ആയിട്ടുള്ളൂ. ഇനി ഒരു 6 എണ്ണം കൂടിയുണ്ട്. ഒരെണ്ണം മിസ്സായി പോവരുത്. 1 3 1 4 2 3. പിന്നെയോ? പിന്നെ ഏതാണ്? 1 3 1 4 2 3. ഇനി 1 3 ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് വേറെ ഏതാ ഉള്ളത്? 1 3 തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് 1 3 1 4 2 3 എഴുതിയല്ലോ. 1 3 1 4 2 4 ആയാലോ. 1 3 1 4 2 4. ഇപ്പോൾ 1 3 വെച്ചിട്ടുള്ളത് രണ്ടെണ്ണം എഴുതി കഴിഞ്ഞു. 1 3 1 4 2 4 1 3 2 3 2 4. ശരിയല്ലേ? ഇനി വേറെ ഏതാ ഉള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മൾ എണ്ണി നോക്കാം. 16 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. നൾ സെറ്റ് എല്ലാത്തിൻ്റെയും സബ്സെറ്റാണ് കേട്ടോ. നൾ സെറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ, എല്ലാത്തിൻ്റെയും സബ്സെറ്റാണ്. ക്ലിയർ ആയല്ലോ? പിന്നെ എ ക്രോസ് ബി ഇറ്റ് സെൽഫ് എ സബ്സെറ്റ്. ഒരു സെറ്റ് അതിനോട് തന്നെ സബ്സെറ്റാണ്. എ ക്രോസ് ബി ഇത് മൊത്തം മനസ്സിലായല്ലോ. ഞാനത് എ ക്രോസ് ബി എന്ന് ചുരുക്കി എഴുതിക്കോട്ടെ. എ എന്ന് പറഞ്ഞ സെറ്റ് എക്ക് തന്നെ സബ്സെറ്റാണ്. നൾ സെറ്റ് എല്ലാത്തിൻ്റെ സബ്സെറ്റാണ്. എ ക്രോസ് ബി അതായത് ഇത് ഫുള്ളും അതിന് തന്നെ സബ്സെറ്റാണ്. ഞാനിവിടെ ചുരുക്കി എഴുതിയതാണ്. വേണമെങ്കിൽ 1 3 1 4 2 3 2 4 എന്ന് എഴുതാട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ എത്ര എണ്ണമായി നോക്കാം. ഒന്നുകൂടി എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഇനി ഒരു രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഇവിടെ എഴുതാൻ ബാക്കിയുള്ളതേ പറഞ്ഞുതരാം. 1 3 2 3 2 4. ഇതിന് മുമ്പ് എഴുതിയിട്ടില്ല ഞാൻ. നോക്കിക്കോ. 1 3 2 3 2 4 ഇതിന് മുമ്പ് എഴുതിയിട്ടില്ല. ഇനി ഒരെണ്ണം കൂടി എഴുതാനുണ്ട്. അപ്പോഴാണ് 16 ആവുക. 1 4 2 3 2 4. ദേ ഇത് 1 4 2 3 2 4. 1 4 2 3 2 4. ശരിയല്ലേ? ഇനി എണ്ണി നോക്കിയേ. 16 ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ സബ്സെറ്റുകളും എഴുതിയിട്ടുണ്ട്.